മധുമൊഴിരാതെ നിന്നെ തേടി അറിയുകയാണൊരു മാധവ ഹൃദയ. ഇത് നല്ല രീതിയിൽ ചളിയാവുന്നുണ്ട് കേട്ടോ. ഇത്ര കുളവാക്കിയാ മതിയോ? സിജോ എവിടെ? ഇത്ര ആക്കിയാ മതിയോ? ഇനി വിട്ട് കഴിഞ്ഞ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ സിജോയുടെ ബാച്ചിലർ പാർട്ടിയിലാണ്. ഇത്ര നേരം ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, വേറെ ഒന്നും കൊണ്ടല്ല, എടുക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ ഈ കൂത്തൊക്കെ കണ്ടപ്പോൾ എടുക്കണം തോന്നി, കുറച്ച് നിമിഷങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം തോന്നി. ഇപ്പോഴാണ് ശരിക്കും ആക്റ്റീവ് ആയത്. ചെറുക്കനും പെണ്ണും റെഡി ആയിട്ട് വരുന്നുള്ളൂ. അപ്പൊ ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം. ഇവിടെ പാട്ടുപാടി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നന്ദൂട്ടനും സായും അൽത്താഫും മേടിച്ചേട്ടനൊക്കെ കൂടി. ഉണ്ടാവുന്നൊരു ഐഡിയ ഇല്ല. ഇത് നമ്മുടെ ദിയ എവിടെയുണ്ട്. ചെറുക്കനും പെണ്ണ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ സിജോയുടെ അനിയത്തി കേട്ടാ. ഹായ്. പിന്നെ സിജോബയുടെ ഫ്രണ്ട്സ് ആണ്. നമ്മുടെ ശ്രീമാർ അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും അവിടെ മീഡിയാസും കാര്യങ്ങളും എല്ലാവരും പൊത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. വരുമ്പോ കാണാം. അതെ, കുട്ടീനെ തൊട്ടിൽ കെട്ടാനായിട്ടില്ല, കല്യാണം കഴിഞ്ഞിട്ടുള്ളൂ. ഈ ഫീലിങ്സ് പാടും. പ്രിയങ്കരനായ ഇവരുടെ അവസാനത്തെ ബാച്ചിലേഴ്സ് പാർട്ടി ആൻഡ് ആദ്യത്തെയും അവസാനത്തെയും. നീ ഒരു പാട്ട് പാടി അവരെ നമുക്ക് വഴി മാറി കൊടുക്കാം. അവര് കടന്ന് വരട്ടെ. കടന്ന് നമ്മുടെ ഗായിക ബിൻഷ ഒരു പാട്ട് പാടും. ചെറുക്കനെയും പെണ്ണിനെയും വരവേൽക്കുന്ന ഒരു പാട്ടാണ്. കൂടെ നന്ദനയും കൂടുന്നുണ്ട്. സോ കൂടെ നന്ദനയും. നിങ്ങൾ എത്രയും പെട്ടെന്ന് സ്റ്റേജിൽ വരണം. അതിന് മുമ്പ് ബിൻഷയാണ് നിങ്ങളെ വെൽക്കം ചെയ്യുന്നത്. നന്ദനമോളും ബിൻഷയും കൂടാണ് വെൽക്കം ചെയ്യുന്നത്. സിംഗിൾ ലൈഫ് കഴിഞ്ഞു, കെട്ടിപ്പിടിച്ചോ? കഴിഞ്ഞു. അത് കേൾക്കേണ്ട താമസം ലീനു അപ്പൊ തന്നെ കയറി കെട്ടിപ്പിടിച്ച്. അല്ല, വിട്ടൂടാ വിടരുത്. ഓക്കെ, അപ്പൊ പാട്ട് റെഡി ആവുന്നതേ ഉള്ളൂ. ഞങ്ങൾ പറയുമ്പോൾ മാത്രം വരിക. തൽക്കാലം മാക്സിമം ഒരു 10 സെക്കൻഡ് അവള് പാടി. അവരാണ് ഇന്നത്തെ അതിഥികൾ, അവരാണ് ഇന്നത്തെ സെന്റർ ഓഫ് അട്രാക്ഷൻ. സോ ഇന്നത്തെ പ്രോഗ്രാം മറ്റൊന്നുമില്ല, നമ്മൾ കുറച്ച് ഗെയിംസും കാര്യങ്ങളും കുറച്ച് പരിപാടികളൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നു. സോ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്ന ബിഗ് ബോസ് താരങ്ങൾ, നമ്മുടെ ആലപ്പുഴയിലെ സുഹൃത്തുക്കൾ, ആലപ്പുഴ പുറത്തുള്ള സുഹൃത്തുക്കൾ, എല്ലാവർക്കും ഇന്നത്തെ ഈവനിങ് സന്ധ്യയിലേക്ക് സ്വാഗതം. ആദ്യമേ നമ്മള് 2 വാക്ക് അല്ലെ അൽത്താഫെ, 2 വാക്ക് ഇവരെ കുറിച്ച് പറയണോ? നിങ്ങൾ കേക്ക് കഴിക്കുമ്പോൾ കേക്ക് ഷെയർ ചെയ്യുക. വൈൻ അതുപോലെ തന്നെ സിജോ എടുക്കുന്ന വൈൻ ലിനുവിനും, ലിനു എടുക്കുന്ന വൈൻ സിജോ. അങ്ങനെ വേണം. നീ അത് ജീവിതകാലം മുഴുവൻ അങ്ങനെ ഷെയറിങ് ചെയ്യും. സിജോയ്ക്ക് എന്ത് ഭാഗ്യം വന്നാലും ലിനുവിന് എന്ത് ഭാഗ്യം വന്നാലും സിജോ. കറക്റ്റല്ലേ? പ്രത്യേക അർത്ഥമൊന്നുമില്ല. ആശീർവാദം കൈകൊട്ടലായ I want the world to know I'm happy. Met you when I let you walk into my heart. Congratulations and celebration. When I tell everyone that ഇഷ്ടപ്പെട്ടു, അതാണ് മെയിൻ. എങ്ങനെയൊക്കെയോ അത് സംബന്ധിച്ചു. പിന്നെ ഇങ്ങോട്ടെത്തി. എല്ലാം ഒരു ദൈവകൃപ. ഇനിയൊന്നും പ്രത്യേകിച്ച് പറഞ്ഞു തരാനുള്ള സമയം ഒന്നും കിട്ടിയില്ല. സിജോ അവിടെ നമ്മൾ ബിഗ് ബോസിൽ വെച്ചിട്ടാണ് ഞാൻ സിജോയെ ഫസ്റ്റ് കാണുന്നത്. സിജോ ലിനുവിനെ പറ്റിയിട്ടൊന്നും പറഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല. അതാ കേൾക്കുന്നില്ലേ? അപ്പം ഞങ്ങളോട് ആരോടും ഇങ്ങനൊരു കഥാപാത്രത്തെ പറ്റി പറഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല. പുറത്തിറങ്ങിയതിന് ശേഷം ഇവരുടെയൊക്കെ ഒരു റീ എൻട്രി വന്നല്ലോ. അപ്പൊ ശരണ്യേച്ചി എങ്ങാണ്ടാണ് പറഞ്ഞത്, നിന്റെ പെണ്ണ് കാണാൻ അടിപൊളിയാ. അപ്പൊ ഞാൻ നിനക്കും പെണ്ണോ? അങ്ങനെയാണ് നമ്മളിങ്ങനെ ഈ കുട്ടിയുടെ കാര്യമൊക്കെ അറിയുന്നത്. പുറത്തിറങ്ങിയതിന് ശേഷം ലിനുവിനെ കണ്ടു. സിജോയുടെയും ലിനുവും തമ്മിലൊരു അടിപൊളി കോംബോ ആണ്. സിജോ ഇച്ചിരി വിരിവിരിപ്പാണെങ്കിൽ
ലിനു ഇച്ചിരി അടങ്ങിയ ടൈപ്പാണ്, അതുകൊണ്ട് ഭയങ്കര സെറ്റായിട്ട് പൊക്കോളും. രണ്ടുപേരുടെ വിരിവിരുത്താലേ ഉള്ളൂ പ്രശ്നം. ഒരാൾ കുറച്ച് സോഫ്റ്റ്, ഒരാൾ കുറച്ച് ഹൈ ആണെങ്കിൽ അടിപൊളിയാണ്. സോ ഇവരുടെ കോംബോയ്ക്ക് അടിപൊളിയാണ്. കുറേ വർഷം അടിപൊളിയായിട്ട് അപ്പോ നമ്മുടെ നാടൻ സുഹൃത്ത് അല്ല, നാടൻ സുഹൃത്ത് വെറുതെ തമാശ പറഞ്ഞല്ല, കണ്ണ അടിപൊളിയാണ്, സൂപ്പർ. സോ 2 വാക്ക് സംസാരിക്കാനായിട്ട് നമ്മുടെ അഭിയസിന്. ഇപ്പൊ നമ്മൾ സിജോ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, കാട്ടുതീ സിജോ. ഞാൻ വിടത്തില്ല, പിന്നെ മരണം വരെ അത് പറയും. അപ്പോൾ കാട്ടുതീ സിജോ ആദ്യമായിട്ട് ഞാൻ പുറത്ത് വെച്ച് എനിക്ക് ചെറുതായിട്ടൊക്കെ അറിയാം, നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടില്ലെങ്കിലും കൂടുതൽ സംസാരിക്കുന്നത് നമ്മുടെ അകത്ത് വെച്ചാണ്. അപ്പം നല്ല ഫ്രണ്ട്ഷിപ്പാണ്. ഇപ്പോൾ ഗെയിമിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പലത് കാര്യത്തിനും ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്, പലതും പറഞ്ഞിട്ടുണ്ട്. അതൊന്നും വലിയ കാര്യമില്ല, ആ ഗെയിമായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളൂ. നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല സുഹൃത്തുക്കൾ തന്നെയാണ്. അപ്പം കാട്ടുതീ ഇനിയും ജീവിതത്തിൽ ഒരു കാട്ടുതീയായിട്ട് ഇനിയും പോകണം കല്യാണം കഴിയുമ്പോൾ. ഇപ്പം അപ്പോൾ ആ മെഴുതിൽ ഞാൻ കാട്ടുതീ വെച്ച് കത്തിക്കാം പോരെ. പിന്നെ അവന് ഒരു നല്ല ലൈഫ് കിട്ടുന്നതിൽ ഒരുപാട് സന്തോഷം. അപ്പം എല്ലാരും ഇങ്ങനെ കല്യാണം കഴിച്ച് പോവാണ്. അഭിഷേക് ബ്രോയുടെ കല്യാണത്തെ കുറിച്ചുള്ള എന്റെ കല്യാണം ഇല്ല. ഫ്ലൈറ്റ് ഓൺ ടൈം അല്ല. ലിനു ഇതെല്ലാം നോട്ട് ചെയ്ത് വെക്കും, എഴുതി വെക്കും കേട്ടോ കൃത്യമായിട്ട്. പ്രവൃത്തിയിലാണ് കാര്യം, സംസാരം നിൽക്കട്ടെ. ഇതിനിടയിൽ പെങ്ങളെ കുറിച്ച് 2 വാക്ക് കൂടി പറയാം. ഞാൻ പറയാം റെഡി 1 2 3 എല്ലാരും അടുത്ത് വന്നിട്ട് എനിക്ക് എല്ലാരും എണ്ണീറ്റൊക്കെ നിൽക്കുന്നു. ജാസ്മിൻ വരെ ഞങ്ങൾ കണ്ടില്ല, വരുമ്പോ തുടങ്ങി സൂം ചെയ്യാറുണ്ടോ? അത് ശരിയാ, ചതിയാണ്, അത് ശരിയാ, അത് ശരിയാ. അതങ്ങനെ ലിസ്റ്റിക്ക് പോകാതെ കിസ് ചെയ്യാൻ പറ്റുമോ? പാട്ട് പാടി കൊടുക്കടേ. തട്ടിക്കളയത് കൊടുക്കും. നിങ്ങൾ ആ സൈഡ് കണ്ടു സിജോ, ആ സൈഡ് കണ്ടു, ഈ സൈഡ് കണ്ടില്ലെന്നാ പറയുന്നത്. അടിപൊളി. ഞാനിനി കല്യാണം കഴിക്കുമ്പോ പറഞ്ഞ പോരെ. ഏഞ്ചൽ അടുത്തായിട്ട് അല്ല വിളിച്ചു. സായി എന്നെ കൊണ്ട് ഇപ്പോ 3ാമത്തെ തവണയാണ് കിസ് ചെയ്യിപ്പിക്കുന്നത്. 2 തവണ കിസ് ചെയ്തില്ലല്ലോ. മീഡിയക്കാര് പോകരുത്, കിസ് തീർന്നിട്ടില്ല. മീഡിയക്കാര് പോകരുത്. എന്റെ മീഡിയ പയ്യൻ സൂം ചെയ്തെടുക്കണേ. അത് കഴിഞ്ഞ് കിസ് ചെയ്യാൻ താല്പര്യമുള്ളവര് പറയണേ. വേണ്ടി ആദ്യമായിട്ടായിരിക്കും ഒരു ഭർത്താവ് കിസ് അടിക്കാൻ വേണ്ടി ഭാര്യ ഓടുന്നു. ദുഷ്ടായി എന്റെ മാനം കളയുന്നോ? പിടിച്ച് വലിച്ചു പിടിക്കുക. അടുത്ത ഇത് കഴിഞ്ഞ് ആരെ വിളിക്കും? എക്സ്ക്ലൂസീവാ. നിന്റെ കിസ് കഴിഞ്ഞില്ലേ, നീ മാറ, ഇനി അവർ കിസ് അടിക്കും. ആരുടെ കല്യാണം ഇവിടെ? അകലം പാലിച്ച് നിൽക്കാറുണ്ട്. ഇതുവല്ല നടക്കുവോ? ട്രയല് വേണോ? ട്രയല് ഇതെന്ത് പറ്റിയിട്ടുണ്ട് കേട്ടോ, സായിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. ബാലങ്കി നായരല്ലടാ നീ. മതി. കിസ് അടിക്കാൻ താല്പര്യമുള്ളവർക്ക് ആർക്കായാലും വരാം. എന്താ ചെയ്യണ്ടേ? ഇവരെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കണ്ട ഗെയിംസ്. കിസ്സോ? ഇവരൊക്കെ ഗെയിംസ് അവരെ കൊണ്ട് ഗെയിംസ് ചെയ്യിപ്പിക്കും. നന്ദനെ ഉമ്മ വയ്ക്കാൻ ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, നന്ദനെ കിസ് കൊടുക്കാൻ ധൈര്യമുള്ള
അല്ല എനിക്കറിയാം കുഞ്ഞാത് ചുമ്മാ ആവശ്യമുള്ള വാർത്താണ്. അല്ല എനിക്ക് പ്രേക്ഷകരുടെ ഓക്കെ ഏഞ്ചൽ പ്ലീസ് കം ഓൺ ടു സ്റ്റേജ് ആൻഡ് പ്ലീസ് ടെൽ ഫ്യൂ വേർഡ്സ് അബൌട്ട് ലീനു ആൻഡ് സിജോ. എന്താ അക്രം പിടിച്ച ചേച്ചി പ്രതികരിക്കും. പിടിച്ചു വെച്ചിട്ട് എല്ലാരും ഒന്ന് ഇരിക്കണേ കേട്ടോ, എല്ലാരും ഒന്ന് ഇരിക്കണേ. എല്ലാരും ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും കാണാൻ പറ്റും കേട്ടോ. എല്ലാരും ഒന്ന് ഇരിക്കണേ കേട്ടോ. ചുവന്നടാ ചുണ്ട് ചുവന്ന നിന്റെ. ഇതെന്റെ ഫസ്റ്റ് പരിപാടിയാണ്. ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു ബാച്ചിലർ പാർട്ടിക്ക് വന്നിട്ടില്ല. ബാച്ചിലർ പാർട്ടി എന്നല്ല, പൊതുവെ വെഡിങ്ങിനും ഒക്കെ പോലെ മടിയാണ് എനിക്ക്. ശീലമായിക്കോളും, പേടിക്കണ്ട. അതിൽ 12 ഗുണമുണ്ടായില്ലേ, കിസ് കാണാൻ പറ്റില്ല ലൈവായിട്ട്. കഴിഞ്ഞായിരുന്നോ? കണ്ടായിരുന്നില്ലേ? ഓ ബാക്കി അപ്പോ എനിക്ക് സിജോനെ കുറച്ചായി എന്നെ കാണാനൊക്കെ വന്നിട്ടുണ്ട്. പരിപാടിക്ക് ഇത് അവിടെ ചെന്നു. പിന്നെ നല്ലൊരു ലൈഫ് എന്നുള്ള പറയണതിനെക്കാട്ടും കൂടുതൽ പറയാൻ എൻ്റെ അനിയനാണ്. അവൻ മാത്രമല്ല അവൻ്റെ അമ്മ, എൻ്റെ അമ്മയാണ്. എനിക്ക് തോന്നുന്നു ബിഗ് ബോസിൽ വന്നതിന് ഏറ്റവും കൂടുതൽ ആൾക്കാർ നിന്റെ വീട്ടിൽ സ്റ്റേ ചെയ്തത് ഞാനായിരിക്കും. ഞാൻ ശരിക്കും അവൻ്റെ വീട്ടിലൊരു ഒരു അംഗമാണ്. ശരിക്കും പറഞ്ഞ ആലപ്പുഴയിൽ വന്ന എനിക്കൊരു വീട് നമ്മുടെ സിജോന്റെ വീടാണ്. ഓൾവേസ് സത്യമായിട്ടും. പിന്നെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ കട്ടിലില്ല കേട്ടോ കിടക്കാൻ. എന്റെ സോഫയാണ് എന്റെ ബെഡ് വീട്ടിലെ. സോ ലവ് യു സോ മച്ച്. രണ്ടാളിനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. നിങ്ങൾ ഇതേപോലെ തന്നെ എന്നും ഉണ്ടാവണം എന്ന് മാത്രമാണ് ആഗ്രഹം. ലവ് യു. നിനക്ക് ഇത്ര വർത്തമാനം പറയാൻ അറിയാറില്ലേ? ഫ്രണ്ട്സ്, അങ്ങനെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു. ഞാൻ ഇനിയിപ്പോൾ അധികം വീഡിയോ എടുക്കുന്നില്ല എന്ന് വിചാരിച്ചതാണ്. പിന്നെ ഞാനിങ്ങനെ ഈ മീഡിയസ്കാരൊക്കെ എടുക്കുന്ന രീതിയിൽ കറവറാന്ന് എടുത്ത് ഇങ്ങനെ ചുമ്മാ എടുക്കുന്നുണ്ട്. കാരണം ഇവരെല്ലാവരും മത്സരമാണ്. ഞാൻ ആദ്യം അപ്പം ഞാൻ ആദ്യം എല്ലാം ചുമ്മാ ഗ്യാപ്പിൽ റൂമിൽ വന്നിട്ട് ഇവർ ഐ മീൻ ഹൈറാൻ എന്താ പറയുക, പെട്ടെന്ന് ആശ്ചര്യപ്പെടുന്നതാണ്. അതാ നിഷാൻ ആദ്യം ഇട്ടു വന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഓടി വന്ന് ഇവരറിയാതെ ഞാൻ വേഗം എഡിറ്റ് ചെയ്തു. ഇവിടെ ഒരാൾ വന്നിട്ട് ഇപ്പോൾ എഡിറ്റ് ചെയ്തിട്ടുണ്ട്, ഒക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ തന്നെ ഇത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ ഗോവയിലെ വീഡിയോസ് ഇനിയും വരാനുണ്ട്. പക്ഷേ എനിക്കിങ്ങനെ മടി, കുറേ ദിവസത്തിന് ശേഷം വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ഒരു മടി കാരണം ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗോവയിൽ നമ്മൾ ഇന്നലെ വന്നുള്ളൂ കേട്ടോ. അപ്പം ഇന്ന് ഇങ്ങോട്ടേ പരിപാടി. ഇനി നമുക്ക് ഗോവയിൽ ന്യൂ ഇയർ പാർട്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ വരും. ഇപ്പോൾ അവിടെ നമ്മുടെ എമിനേച്ചി വന്നിട്ടുണ്ട്. ഇനിയും കുറച്ച് പേര് വരാനുണ്ട്. അപ്പോൾ ഇനി അടുത്ത സെക്ഷനായിട്ട് വീഡിയോ ഇതിൻ്റെ റെസ്പോൺസ് നോക്കിയിട്ട് ഞാനിടാം. എനിക്ക് തോന്നുന്നു എൻ്റെ വ്യൂവേഴ്സൊന്നും അങ്ങനെ ബിഗ് ബോസ് ഫാൻസ് അല്ല, ഇതൊന്നും കാണാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ, നിങ്ങളെല്ലാം യാത്ര ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നാണ് എൻ്റെ ഒരു തോന്നല്. സോ ഇപ്പോൾ ഞാൻ യാത്രാ വീഡിയോസ് തന്നെ ആയിരിക്കും കൂടുതൽ ഇതിലിടാൻ ശ്രമിക്കുക. അതുകൊണ്ടാണ് ഇത്രയും ദിവസം ഞാൻ ഓരോ ഇവൻറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ ബിഗ് ബോസിൻ്റെ സംബന്ധമായ ഒരുപാട് ഇവൻറ്റ്സും കാര്യങ്ങളും ഒരുപാട് പ്രോഗ്രാം എല്ലാം ഉണ്ടായിട്ടും ഞാൻ ഇതുവരെയായിട്ടും വീഡിയോ എടുത്തിടാതിരുന്നത്. നിങ്ങൾക്ക് മേ ബി ഇഷ്ടമുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടായിരുന്നു. സോ അപ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെ റെസ്പോൺസ് നോക്കിയിട്ട് ഇനിയിപ്പോൾ അടുത്ത വീഡിയോ ഉണ്ടാകേണ്ടതെന്ന് തീരുമാനിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീണ്ടും കാണാം. ടാറ്റാ, ബൈ. ഞാൻ നിങ്ങളോട് ആരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാറില്ല. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. ലവ് യു സോ മച്ച്.